ചാർജ് പിടിക്കാറില്ല, അതുകൊണ്ട് മതി 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 മതി. നല്ല ഒരുപാടല്ലേ? എങ്ങനെ പിടിക്കും? നല്ല വലിപ്പമുണ്ടല്ലേ? നല്ല വലിപ്പമുണ്ട്. ചെറിയ കാറാ വണ്ടിക്കകത്തുണ്ടോ? ചെറിയ ചെറിയ കാറ് വേറെ കിടക്കണം. ഒരു അതോ പിച്ചാതി വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് മുറിക്കാൻ. വേറെ ഉണ്ടോ? വേറെ ഉണ്ടോ? വേറെ ചെറിയ പീസ് കയറ് കാണും ചിലപ്പോ. ആദ്യം കളി അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ലൂസാക്കി ഉടക്കുന്നു. അത് ഉടക്കുന്നു കുരുക്കേ രവിയണ്ണ മില്ലാണ്, മില്ലുകാരനാ. അണ്ണാ ഇവിടെ ഒരു കിണറ്റിലെ ഒരു പന്നി വീണു. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നതിന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വെടിവെച്ച് നമ്മുടെ ഈ ഫാക്ടറി പടി നിങ്ങളുടെ വാർഡിലാണ്. അപ്പോൾ അതിനെ കൊന്നു കളയാനുള്ള ഒരു മാർഗം നോക്കുക. അല്ലെങ്കിൽ അതെങ്കിൽ ഇതിനിയും വേറെ എവിടെയെങ്കിലും പോയിട്ടേ ഇനി അടുത്ത കൊല്ലം കണത്തി ചാടുമോ? ഇവർക്കല്ലേ പണി. ഫോറസ്റ്റുകാരുണ്ട്, അവർ കയറ്റിക്കൊണ്ട് പോകത്തേ, അവർ കൊല്ലത്തില്ല. കയറ്റി ഇറക്കി വിടത്തെ, അവർക്ക് കൊല്ലം നിയമമില്ല. അപ്പം നമ്മുടെ പഞ്ചായത്താണ് അത് ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാം. പ്രസിഡന്റിനെ തോക്കില്ല. പ്രസിഡന്റ് ഒന്ന് വിളിക്കാമോ? ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയ്യോ, ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് എടുക്കണ്ടേ? എത്ര ആളുണ്ട് വിളിക്കുക? കിട്ടി 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 കിട്ടി. എളുപ്പം വരാമെങ്കിൽ കാണാം. എളുപ്പം വരാമെങ്കിൽ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് അല്ല മെമ്പറിന്റെ സ്ഥാനത്ത് നമുക്ക് വെടിവെക്കാം. നമുക്ക് പോണം. ഉണ്ട് അവിടേക്കല്ലേ? ശരി 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 ശരി. അത് ശരിയാ 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 ശരിയാ. അത് ശരി. വേഗം നമ്മുടെ ഇവിടെ ആരും ഇല്ല. ആരും ഉണ്ടോ? അതെങ്ങനെ ഞാൻ വിളിക്കാം. മെമ്പറെ വിളിക്കാം. പ്രസിഡന്റ് വിളിക്കട്ടെ. പ്രസിഡന്റ് വിളിക്കാം. അല്ല വടശ്ശേരിക്കൊന്നും വിളിക്കാൻ. നമ്മുടെ സാംജി ഇല്ലേ? സാംജി അല്ല പിന്നെ നമ്മൾ ഇറക്കി വിട്ടാം. അത്രേ ഉള്ളൂ. സാംജി ഉണ്ടല്ലോ, സാംജി. ഇതിപ്പോ കൃഷി നശിപ്പിക്കുകയല്ലേ? വരുതോ ഏറ്റവും സാധനം. അവരെ കൊണ്ട് അവർ നല്ല ടൈറ്റായിട്ട് അത് കെട്ടുന്നു. എന്നാ ചെയ്യാൻ? കിണർ ആരുടെയാ? ലീലാമ്മ അമ്മയുടെ വെപ്പിനേത്ത്. അറിയാം. സേവത്തോട് തരാണ്. അറിയാം. ഏതാ ചെയ്യണ്ടേ? പ്രസിഡന്റ് പറഞ്ഞു രവിയണ്ണെ വിളിച്ചോ പ്രസിഡന്റിനെ തോക്കണ്ടെന്ന്. പ്രസിഡന്റ് ഭയങ്കര വെടിവെപ്പുകാരനാണ്. അല്ല പുള്ളി പറഞ്ഞു പ്രസിഡന്റ് ഭയങ്കര വെടിവെപ്പുകാരനാണ്, പുള്ളിനെ തോക്കണത്. പുള്ളിയോട് അപ്പൊ എന്തായാലും നടക്കണം. അപ്പൊ ഞങ്ങൾ കേട്ടിടാനുള്ള പരിപാടി നോക്കാം. ഇനിയിപ്പോ അതേ ഒപ്പിച്ചുള്ളൂ. ഇനി പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അതിനുള്ള തീരുമാനം നമുക്ക് എടുക്കണം. ആണാണ് ഇനി അടിയന്തരമായിട്ടൊരു ആണാണ് അറിയാലോ. പണ്ട് വന്നി ഓടിച്ച ഓർമ്മയുണ്ടോ?
ചെയ്യാൻ ആരുമില്ല. എന്നാ ശരി 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 തീ കൊണ്ട് പ്രതീക്ഷ വെട്ടം അല്ല തീ ഉണ്ടെന്ന് അത് ഉരുക്കട്ടെ. ഉരുക്കാണെങ്കിൽ പിന്നെ കയറാൻ പാടില്ല. അല്ലെങ്കിൽ ഒന്ന് വരാമെങ്കിൽ രസമായിരിക്കും കാണാൻ. നല്ല രസം. പന്നി വലുതല്ലേ? പേരെങ്ങനെ? ബഷീർ. പന്നിയെ കണ്ടോ? പിന്നെ കണ്ടു. വലിയ പന്നിയാണോ? ആ അത്ര വലുതല്ല, എന്നാ അത്ര മോശമല്ല. ആ ഹാ ഹാ ഹാ. താഴെ പോവല്ലേ? എങ്ങനെ ഇവിടെ ചാടിയെന്നു ഇങ്ങോട്ടല്ലേ? മല വല്ല ഉണ്ടാണ്? ആറേ കിണർ കിണറാറേ എല്ലാരും പൊതുവായിട്ട് പട്ടിയുടെ കാര്യോ? അല്ല വലിയ കാര്യമായിട്ട് ഏത് മോനെ ആൻസർ ഉണ്ടായിരുന്നു ചത്തുപോയത്? പിടിയുന്നു നല്ല കൂളായിട്ടാ പറയുന്നത്. ആഹാ എന്നാ ചെയ്യാൻ? അത് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാലേ ഇട്ടക്കുട്ടി പിന്നെ കയറാം. അങ്ങനെ അടക്കണ്ട വന്നേ. ഇവിടെ കയറണം പെട്ടെന്ന്. ഒരെണ്ണം ഇട്ടിട്ട് താഴോട്ട് കുത്തുവാ. നല്ല ഗ്യാപ്പാ. ആ നോക്കുന്നു തിരിഞ്ഞല്ലേ? തിരിഞ്ഞു പുള്ളിയുടെ ബാക്ക് ബെൽറ്റെ പിടിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷെ അതങ്ങനെ ജ്യൂസ് നമ്മുടെ ആ മറ്റേ ചെറുകറി പട്ടിക്കാൻ ആ വിളി കെട്ടിട്ട് വരാം. അയ്യോ സാറേ, ഞങ്ങളെല്ലാരും പോകും സാറേ. ഞങ്ങള് രാവിലെ സാധ്യതയില്ല പാടാം. ഞങ്ങളിപ്പോ ഇതിന് നിൽക്കുക. അങ്ങോട്ട് തുറന്നു പോകാനുണ്ട്. മറിഞ്ഞു പോയി. ഇന്നലെ വൈകുന്നേരം മേക്കപ്പ് ചെയ്തിട്ട് ആരോ പേടിപ്പിച്ച് ഇറങ്ങി ഓടിയതാ. ലിപ്റ്റിക്കാ. മേക്കപ്പ് മുറിഞ്ഞൊന്നും പറയല്ലേ. ചോ ഒരു നേരം ഒരാൾ കെട്ടി
പിടിക്കാം നമുക്ക്. ഒന്നുകൂടെ ചിരിക്കും. അല്ല ഒന്നുകൂടെ ചിരിക്കും. ശരിയാ, ഒന്നുകൂടെ ചിരിക്കും. വലിച്ചു മുറുക്കി ഞങ്ങളത് ചുറ്റിക്ക് വരുമ്പോൾ കെട്ടി വെക്കാം. കാല് കുത്തി. കാല് കുത്തി, എവിടെയോ കാല് കുത്തി. ആ ഫ്രണ്ട് കാല് കുത്തി. ഒന്ന് 18 കുട്ടിയെ കുടിച്ചു കൊടുക്കും. ഈ കുരങ്ങനെ പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? വീട് ഭയങ്കര ശല്യമാണ് കുരങ്ങനെ. കൂട് വെക്കാനേ ഉള്ളൂ അല്ലേ? അങ്ങനെ മേടിച്ചിട്ട് പോകും. അതല്ലേ പഞ്ചായത്തിൽ പറഞ്ഞാൽ? അല്ലല്ല, വൈൽഡ് ഗാർഡൻ തന്നെ. പഞ്ചായത്തിൽ പറയണം, പഞ്ചായത്തുകാർ കത്ത് കൊടുക്കണം. പഞ്ചായത്തുകാരകത്ത് കൊടുക്കണം അല്ലേ? ഇവിടെ മേളിൽ ഭയങ്കര കുരങ്ങൻ്റെ ശല്യമാണ്. എന്നും വെടി അനുമതി വേണം. വേണമല്ലേ? ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് അല്ല പൊക്കിട്ട് ഒന്ന് വട്ടം കെട്ടണം. വട്ടം കെട്ടാം. അപ്പോൾ എന്തായാലും വലിച്ച് കെട്ടി വെച്ചു. കാല് കുത്തി. കാല് കുത്തി, എവിടെയോ കാല് കുത്തി. ആ ഫ്രണ്ട് കാല് കുത്തി. ഒന്ന് 18 കുട്ടിയെ കുടിച്ചു കൊടുക്കും. ഈ കുരങ്ങനെ പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? വീട് ഭയങ്കര ശല്യമാണ് കുരങ്ങനെ. കൂട് വെക്കാനേ ഉള്ളൂ അല്ലേ? അനുമതി മേടിച്ചിട്ട് പോകും. അതല്ലേ പഞ്ചായത്തിൽ പറഞ്ഞാൽ? അല്ലല്ല, വൈൽഡ് ഗാർഡൻ തന്നെ. പഞ്ചായത്തിൽ പറയണം, പഞ്ചായത്തുകാർ കത്ത് കൊടുക്കണം. പഞ്ചായത്തുകാരകത്ത് കൊടുക്കണം അല്ലേ? ഇവിടെ മേളിൽ ഭയങ്കര കുരങ്ങൻ്റെ ശല്യമാണ്. എന്നും വെടി അനുമതി വേണം. വേണമല്ലേ? ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് അല്ല പൊക്കിട്ട് ഒന്ന് വട്ടം കെട്ടണം. വട്ടം കെട്ടാം. അപ്പോൾ എന്തായാലും വലിച്ച് കെട്ടി വെച്ചു. അതൊക്കെ ഇട്ടു വലിച്ച് നിർത്തണ്ട. അവിടുന്ന് വട്ടം കെട്ടാൻ പറ്റൂടാ? അവിടെ അടിച്ചിട്ട് പോകും. വട്ടം അല്ലെങ്കിൽ ഇവന് നല്ല ആരോഗ്യമുള്ള ഇതാണ്, അല്ലെങ്കിൽ ആള് ചാടിപ്പാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ കയ്യിൽ നിൽക്കാതെ വരും. മണ്ടോ ചാടുന്നു. മതിയോ? അയ്യോ നല്ല സീനാണ്. എത്തൂടാ, അത് വെച്ചിട്ട് പൊക്കണം. എന്റെ മുകളിൽ കയറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. ഒത്തു നിൽക്കുകയാണ്. പുറവുകൊണ്ട് കയറുമേ. അനങ്ങുമ്പോഴേ അതെ പുറവുകൊണ്ട് കയറി കാണിക്കുന്നു. നോക്കി അനങ്ങുമ്പോഴേ പരിപാടി കേട്ടോ. വല്ലതും പോവും. ഇങ്ങനെ അതാകുമ്പോ കറക്റ്റ്. എനിക്ക് ഒറ്റ പിടി ഞാൻ പറഞ്ഞു. ശരി. അല്ല അപ്പൊ ഇച്ചിരി അങ്ങോട്ട് അയച്ച് അങ്ങോട്ട് നീക്കി നിർത്താം. നീങ്ങി വരാൻ നിൽക്കാം. അതാ സൈഡ് ചേർന്നുണ്ടെങ്കിൽ അങ്ങനെയാണെ അയച്ചു തരാം. ഏതെങ്കിലും ഒരു സൈഡ് അതാ അവിടെ നയിക്കാം. പിടിച്ചാ
ആരോഗ്യയുടെ പന്നി കേട്ടോ. ആ കല്ലിടിഞ്ഞ പോലെ ആ കട്ട കേട്ടോ. ഒന്നുകൂടെ കഴിഞ്ഞു. ആ ഇനിയും കെട്ടരുത്, കെട്ട് മുറുക്കരുത് കേട്ടോ. പക്ഷെ എന്നാലും സാറേ ചൂടെ താത്ത് കിട്ടിയില്ലേണല്ലോ. അതെ, നമുക്ക് ഇതിന് അടവഴി ഒരു കുറിക്കിട്ടാലോ? ആ കയറ് തമ്മിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിന് അടവഴി കുറിക്കാം. ചെറിയ കയറ് ചെയ്യും. പക്ഷെ എന്നാ പണിയാണ് ഈ പിടിക്കാൻ. ഇനി ഇതിനിടയിൽ കിട്ടിയിട്ട് പോട്ടെ. അതെ, ആ കിഴുത്തയില്ലേ, ആ കിഴുത്തേക്കകത്തോട്ട് വലിച്ചു കെട്ടി നിർത്തിയാൽ മതി. ആ കെട്ടിയല്ലേ, അല്ല അത് കെട്ടിയിട്ട് വേണം ചുമ്മാ എടുത്തിട്ട് അതില്ല. ആ കിഴുത്തേക്കകത്തിട്ട് കെട്ടിയാൽ മതി സാറേ, അതായിരിക്കും ബെറ്റർ. ആ മതി ഹോളിലോട്ട് അങ്ങ് കെട്ടിക്കോ, അതായിരിക്കും നല്ലത്. ആ പറിക്കാൻ നോക്കൂ കേട്ടോ, കടിച്ചു പൊട്ടിക്കത്തില്ലല്ലോ. ഒത്തിരി വലിക്കരുതേ. നമുക്ക് ശരിക്കും ഈ ഹാങ് ചെയ്യാൻ ബെൽറ്റും ഒക്കെ വേണ്ടതല്ലേ, ഒന്നുമില്ല. തിരിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് തന്നെ വലിച്ചു കയറണം. പിന്നെ അവനേതേ പന്നി പിടിച്ച് കയറ്റുകയാണ്. കാരണം ഇതിനെ ഇവിടെ വെടിക്കാറില്ല, അതുകൊണ്ട് ഉൾക്കാട്ടി കൊണ്ടുവിടാൻ പോവാം. ചാടം നോക്കി എന്നാ പിടിക്കുന്നേ. പൊന്നെണ്ണ ചാട്, മൂക്കല്ലെടുത്ത് വെളി ചാടിച്ചു കേട്ടോ. ഇപ്പം വേണേ വെച്ചൊരു കെട്ട് കേട്ടോ. കെട്ടെ കെട്ട് മുറുക്ക്. ബാബാ ഇതേ പിടി ഇത് മുക്കെടുത്ത് വണ്ടിയിലിട്ടുണ്ടോ? മുട്ടിയോ ഇടിച്ചോ? അങ്ങനെ പന്നിയെ പിടിച്ചിരിക്കുകയാണ്. അത് മൂത്ത് അത് പറഞ്ഞോ. എടി സ്പ്രാങ്ങിന് സ്പ്രേ വല്ലതും വേണോ? അതല്ല ആണോ? അതാണ്
അങ്ങനെ ചാടി വന്നു കഴിഞ്ഞാൽ കാണണം. അതെ സാക്ഷി, നമ്മള് സാക്ഷിയാണ്. തന്നെ ആറാത്തി വണ്ടിയില് പന്നിയെ പിടിച്ചോണ്ട് പോവാണ്. കഴിഞ്ഞ ദിവസം രാത്രി പന്നി വന്ന് വീണിരിക്കുകയാണ്. വീണതിന് ശേഷം എടുത്ത് വണ്ടിയെ കയറ്റി അവർ കൊണ്ടുപോവാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിൽ വെടിക്കാരില്ല. എന്ത് ചെയ്യാനാ? അപ്പോൾ ഉടനെ അടിയന്തരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് വെടിക്കാരെ കണ്ടെത്തണം. രാവ് വെളുക്കോളം നമ്മൾ കാത്തിരിക്കണം. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. പഞ്ചായത്തിനെ കുറ്റം പറയല്ല, വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ട് പറഞ്ഞാണ്. ഒരു വെടിക്കാരനെ അർജന്റായിട്ട് കണ്ടെത്തണം. പല തവണയായിട്ട് ഇങ്ങനെ കിണത്തിൽ പന്നി വീണ്. ഇതിന് മുന്നേ വീണിട്ടില്ല ഇവിടെ കണ്ട്? ഇവിടെ വീട്ടില്ലല്ലേ? ഈ ഭാഗത്ത് പട്ടി വീണല്ലേ? പിന്നെ പാമ്പ്, അങ്ങനെ പഴുതാര, ഇങ്ങനെയുള്ള പല പ്രത്യാദി മൃഗങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പശു, ആടും എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലോ. പശു, ആട്, പഴുതാര, ചേര, പിന്നെ എന്താ പാമ്പ് വേണമല്ലേ? അതിന് മുന്നേ ഒരു എന്താ ഏതൊരു പാമ്പ്, പെരുമ്പാമ്പ് ഞങ്ങൾ പിടിച്ചോണ്ട് പോയ ഒരാൾ. ആറ്റി മറക്കത്തില്ല ഞാൻ. ഭയങ്കര ഓർമ്മ എനിക്ക്. ഇപ്പം എന്തായാലും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ എന്തായാലും സാറുമാർ പിടിച്ച് അതിനെ എവിടെയോ കാട്ടിക്കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അവരും വളരെ കഷ്ടപ്പെട്ടു അതിനെ പിടിക്കാൻ വേണ്ടി. അടിയന്തരമായിട്ട് വേട്ടക്കാരൻ അല്ലെങ്കിൽ വെടിക്കാരനെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ മാനിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ കാണാം. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇവിടെ. മാറി നിൽക്കുക, തേങ്ങ ചിലപ്പോൾ. അല്ല, എന്റെ തെള്ളു കാരണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നാ ഉറങ്ങിയിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ താത്താനെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ? കീഴെ പോയിരുന്നിട്ടത്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായ കാര്യം. അപ്പൊ ഗുഡ് ബൈ. കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ.